ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത 5 ഇന്ത്യൻ സ്വീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ സ്വീറ്റ്സ്, എന്തുകൊണ്ടാണ് അവ കഴിച്ചുകൂടാത്തത്, അതിനുള്ള റീസൺ എല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, നമ്പർ 1 പൊസിഷനിലുള്ള സ്വീറ്റാണ് മൈസൂർ പാക്ക്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണത്. നെയ്യിൽ ചാലിച്ച ഒരു പഞ്ചസാര കെണിയാണത്. നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ നാവിൽ വെള്ളം ഊറും, പക്ഷേ നമ്മുടെ നാവിന്റെ താളം തെറ്റിക്കും. നമ്മളുടെ ഷുഗർ ലെവൽ വളരെ ഹൈ ആക്കുന്ന ഒരു സ്വീറ്റ് കൂടിയാണത്. അപ്പൊ നിങ്ങൾ അത് ആരും കഴിക്കാൻ നിൽക്കേണ്ട. നമ്പർ 2, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലഡു ആണ്. നെയ്യ് ഓവർലോഡ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്, ഒരു പലഹാരമാണ് ലഡു എന്ന് പറയുന്നത്. നെയ്യ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ പോലും ഇതിൽ വലിയൊരു അളവിലാണ് നെയ്യുള്ളത്, അതും വിത്ത് ഷുഗർ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡയറ്റ് പ്ലാനിലേ വേണ്ടാത്തൊരു കാര്യമാണ്. ഒരു ലഡു കഴിച്ച് രണ്ടാമതൊന്നുകൂടി കഴിക്കാൻ എടുക്കുന്നവർ ഒന്നുകൂടി ചിന്തിക്കുക. ഓക്കെ, നിങ്ങളൊരു ഷുഗർ പേഷ്യന്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് രസ്മലായി. ക്രീം ഓവർലോഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് രസ്മലായി എന്ന് പറയുന്നത്. അത് നിങ്ങൾ കഴിക്കാനേ നിൽക്കേണ്ട, വെരി വെരി അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണത്. ഓക്കെ, 4ാമത്തെ സ്വീറ്റ് എന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിരിക്കും അത് ജിലേബിയാണ്. എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുന്ന ക്രിസ്പിയും സിറപ്പിയുമായിട്ടുള്ള ഒരു ഷുഗർ ബോംബാണ് ഗൈസ് ജിലേബി എന്ന് പറയുന്നത്. മറ്റുള്ളതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സ്വീറ്റ് ആണ് ജിലേബി എന്ന് പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാനേ, ഹൃദയാഘാതം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്വീറ്റ് ആണ് ജിലേബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനോടും നോ പറയാം. ഇനി അടുത്തത് ദ ലാസ്റ്റ് വൺ, അതായത് ദ 5th വൺ, ഗുലാബ് ജാമുൻ. വളരെ മധുരം, അതിലേറെ എണ്ണ, അതാണ് ഗുലാബ് ജാമുൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ കുറ്റബോധത്തോടെ മാത്രമേ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡി കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അത് കഴിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? പക്ഷേ നമ്മൾ ആ കുറ്റബോധത്തോടു കൂടി കഴിക്കുന്ന ആ ഒരു ആസ്വാദനം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ഈ സിറപ്പിൽ മുഖ്യ ആസ്വാദനത്തിനോട് നിങ്ങൾക്ക് നോ പറയാൻ സാധിച്ച വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 5 സ്വീറ്റ്സ് മാത്രമല്ല, ഇനിയുമുണ്ട്, എങ്കിലും ഇന്ന് ഇത്രയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ നിന്നെല്ലാം ഒരു അകലം പാലിക്കുന്നത് ഒരു ഹെൽത്തി ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ വൺസ് ഇൻ എ വൈൽ നമുക്ക് ഒരു കൊതിക്ക് വേണ്ടി കഴിക്കാം, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ.